പാഠം 7. മണിയൻ്റെ യാത്ര. നിം 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 നിം. മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി. മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി. ആഹാ, നല്ല രസം! തോട്ടിൻകരയിലൂടെ മണിയനോടി. തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു. പുഴക്കരയിലൂടെ മണിയൻ ഓടി. പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങിച്ചിരിച്ചു. പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മുന്നോട്ടോടി. വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. മണിയൻ സൈക്കിൾ മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. മണിയൻ വശത്തേക്ക് മാറി നിന്നു. മാനത്തേക്ക് നോക്കി. കുഞ്ഞു പക്ഷിയെപ്പോലെ ഒരു വിമാനം. മണിയൻ യാത്ര തുടർന്നു. മുന്നോട്ട് പോകുന്തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി. ഓടി മണിയൻ പട്ടണത്തിലെത്തി. മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറിച്ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ നിറയെ വാഹനങ്ങൾ. ഹായ്, എന്തു രസം! ആളുകളുടെ തിക്കും തിരക്കും. എന്തൊരു ധൃതിയാണിവർക്ക്! എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? മണിയൻ സൈക്കിളിൻ്റെ മനസ്സു നിറയെ ചോദ്യങ്ങൾ. കാറും ബസ്സും റിക്ഷാ വണ്ടിയുമാകെ റോഡിൽ പൊടിപൂരം. നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം. ഹോ, എന്തൊരു തിരക്ക്! 4 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം. മുന്നിൽ ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം. തൊട്ടു മുന്നിലുണ്ടായിരുന്ന കുഞ്ഞിക്കാറിനു പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി. പച്ച വെളിച്ചം കത്തി. മണിയൻ സൈക്കിൾ മുന്നോട്ടോടി. ചുവപ്പു വെളിച്ചം കത്തുന്നു, വണ്ടികളെല്ലാം നിർത്തുന്നു. മഞ്ഞ വെളിച്ചം കത്തുന്നു, വണ്ടികൾ തയ്യാറാകുന്നു. പച്ച വെളിച്ചം കത്തുന്നു, വണ്ടികൾ മുന്നോട്ടോടുന്നു. റോഡിനു കുറുകെ വെളുത്ത വരകൾ. അതിലൂടെ ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നു. മണിയൻ യാത്ര തുടർന്നു. പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചുപോയി. ഷോ, എന്തൊരു പുക! എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ? മണിയന് സംശയമായി. കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു. അയ്യോ! അവർ നിലവിളിച്ചു. തെന്നി മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക്! നിം നിം നിം. മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു. റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ചെകിടടപ്പിക്കുന്ന ഹോൺ ശബ്ദം. ഷോ, മടുത്തു! മണിയൻ സൈക്കിൾ മടക്കയാത്ര ആരംഭിച്ചു. ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി. ഹൗ, ആശ്വാസമായി! കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം.